ഒരു അപകട വാർത്തയിലേക്കാണ്. തൃശൂർ കൊടകരയിൽ KSRTC ബസ്സും കണ്ടെയ്നർ ലോറിയും കൂട്ടിയിടിച്ച് 12 പേർക്ക് പരിക്ക് പറ്റി. സുൽത്താൻ ബത്തേരിയിലേക്ക് പോയ ഒരു സ്വിഫ്റ്റ് ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. അപകടത്തിന് പിന്നാലെ ലോറി നിർത്താതെ പോവുകയും ചെയ്തു. ലെവിൻ കെ വിജയൻ വിവരങ്ങളുമായിട്ട് ചേരുന്നുണ്ട്. ലെവിൻ, എപ്പോഴായിരുന്നു അപകടം? അപകടത്തിൽപ്പെട്ടവരുടെ ആരോഗ്യനില ഈ ലോറി കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ടോ? സേതു, ഇന്ന് പുലർച്ചെ 2:45 അപകടമുണ്ടാകുന്നത്. കൊടകര മേൽപ്പാലത്തിന് സമീപത്ത് വെച്ചാണ് തിരുവനന്തപുരത്ത് നിന്നും സുൽത്താൻ ബത്തേരിക്ക് പോയ KSRTCയുടെ സ്വിഫ്റ്റ് സൂപ്പർ ഫാസ്റ്റ് ബസ്സിനുള്ളിലേക്ക് ലോറി തട്ടി അപകടമുണ്ടായത്. ഈ അപകടം നടന്നതിന് പിന്നാലെ ലോറി ഡ്രൈവർ വാഹനവുമായി രക്ഷപ്പെടുകയാണ് ഉണ്ടായിട്ടുള്ളത്. ഈ ലോറി കണ്ടെത്തുന്നതിന് വേണ്ടി കൊടകര പോലീസിന്റെ നേതൃത്വത്തിൽ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ലോറിയുടെ പിന്നിൽ ബസ്സിന്റെ മുൻവശത്തേക്ക് ലോറി ഇടിക്കുകയായിരുന്നു എന്നുള്ളതാണ് പോലീസ് ഉദ്യോഗസ്ഥർ നൽകുന്ന വിവരം. 12 പേർക്കാണ് അപകടത്തിൽ പരിക്ക് പറ്റിയത്. ആരുടെയും പരിക്ക് ഗുരുതരമല്ല. ഇവരെ കൊടകര താലൂക്ക് ആശുപത്രിയിലും ചാലക്കുടിയിലെ ആശുപത്രിയിലേക്കുമായി മാറ്റിയിരുന്നു. ആരുടെയും പരിക്ക് ഗുരുതരമല്ല. അതുകൊണ്ട് തന്നെ എല്ലാവരും ചികിത്സ തേടിയതിനു ശേഷം രാവിലെ തന്നെ പോകേണ്ട സ്ഥലങ്ങളിലേക്ക് യാത്ര തിരിച്ചതായാണ് KSRTC അധികൃതർ അറിയിക്കുന്നത്. അപകടം നടന്ന സ്ഥലത്ത് നിന്നും ബസ് കൊടകര പുതുക്കാട് ഡിപ്പോയിലേക്ക് മാറ്റിയെന്നുള്ളതാണ് KSRTC അധികൃതർ പറയുന്നത്. ഏതായാലും ഈ രക്ഷപ്പെട്ട വാഹനം കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള അന്വേഷണം CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് പോലീസ് ഊർജിതമാക്കിയെന്നാണ് അറിയിക്കുന്നത്.